ഹമാസ് തടങ്കലിലുള്ള ബന്ദികളെ ശനിയാഴ്ചയ്ക്കകം വിട്ടയക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ബന്ദി കൈമാറ്റം നീട്ടിവെച്ചാൽ വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ച് ഗസയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. എക്സിലൂടെയാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. 9 പേരെ വിട്ടയക്കണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം. വെടിനിർത്തൽ ധാരണ ലംഘിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തുന്നതായി ആരോപിച്ച് കഴിഞ്ഞ ശനിയാഴ്ച നടക്കേണ്ട ബന്ദി കൈമാറ്റം ഹമാസ് നീട്ടിവെച്ചതിനെ തുടർന്നാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ബന്ദി കൈമാറ്റം നീട്ടിവെച്ചാൽ വീണ്ടും ആക്രമണം ആരംഭിക്കുമെന്നും ഹമാസിനെ ഇല്ലാതാക്കുന്നതുവരെ അത് തുടരുമെന്നാണ് ഭീഷണി. വൈറ്റ് ഹൌസിൽ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെ ശനിയാഴ്ച ഉച്ചയ്ക്ക് മുൻപ് ബന്ദികളെ വിട്ടയച്ചിരിക്കണമെന്ന ഹമാസിനുള്ള ഭീഷണി ഇന്നലെ ട്രംപ് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. ഗസയിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിക്കുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ജോർദാൻ രാജാവ് രംഗത്തെത്തുകയും ചെയ്തു. വൈറ്റ് ഹൌസിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് തന്ത്രപൂർവ്വം വഴുതിമാറുകയും ചെയ്തു. ഗസ അമേരിക്ക ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം ഡൊണാൾഡ് ട്രംപ് മയപ്പെടുത്തുന്നുമില്ല.